ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ടൈം കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പിന്നെ സാറും ഉണ്ടായിരുന്നു കേട്ടോ. സാറും പിന്നെ കുറച്ച് സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരുമായിട്ട് ഒരു ദിവസം ജസ്റ്റ് കറങ്ങാൻ പോയതായിരുന്നു തമിഴ്നാടോട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് തൃപ്പരപ്പിലേക്കാണ് കേട്ടോ. തൃപ്പരപ്പ് ഞാനാണെങ്കിൽ ലാസ്റ്റ് കണ്ടത് 9th പഠിക്കുമ്പോഴാണ്. അതിനേക്കാൾ ഒരുപാട് മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഞങ്ങളിവിടെ വന്നിട്ട് കുളിക്കാനൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് എല്ലാം കണ്ട് ആസ്വദിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം അടുത്ത് 2-3 സ്ഥലങ്ങളിൽ പോകണമായിരുന്നു. പിന്നെ തൃപ്പരപ്പിലോട്ട് വരും എന്നൊരു പ്ലാൻ സാറ് ഞങ്ങളോട് പറഞ്ഞിട്ടും ഇല്ലായിരുന്നു. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ വന്നതായിരുന്നു കേട്ടോ. കാര്യം സാറിന് അറിയാമായിരുന്നു, നമുക്കറിയത്തില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനടുത്തോട്ട് തന്നെ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവഴി ഇങ്ങനെ നടന്നിട്ട് എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ ഈ സ്ഥലത്തിൻ്റെ. അതിനടുത്തുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ നടന്ന് പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരു ബ്രിഡ്ജിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങാൻ പറ്റും. എന്നിട്ട് അപ്പുറത്ത് പോകുമ്പോഴത്തേക്കും ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേ ഇവിടെ ഒരാൾ നടന്ന് കാര്യം പറയാനിട്ട്. പിന്നെ ഞാൻ കൊണ്ടുവരണമെന്ന് വിചാരിച്ചതല്ല, ഒട്ടും വിചാരിച്ചില്ലായിരുന്നു കൊണ്ടുവരണമെന്ന്. പക്ഷേ ഞാൻ റെഡിയായി ഇറങ്ങിയപ്പോൾ അവനെ കൂട്ടാതെ വരാൻ തോന്നിയില്ല. അങ്ങനെ പിന്നെ പെട്ടെന്ന് റെഡിയാക്കി അവനെ ഇറക്കിയതായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അവനായിരിക്കും, എന്നെക്കാളും കൂടുതൽ എൻജോയ് ചെയ്യുന്ന അവനായിരിക്കും. അതാണ് അവനെയും കൂടെ കൂട്ടിയത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ബ്രിഡ്ജിൻ്റെ നടുക്കോട്ടെത്തി. ഇവിടെ എത്തിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പോൾ അതേ അവനൊരു കൂട്ട് കിട്ടി. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുകയായിരുന്ന ഒരു ചേച്ചിയുടെ മോളുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും നല്ല കൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് പോകുമായിരുന്നു. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ടെന്ന് ഞാൻ ബോട്ടിങ്ങിന് കയറിയില്ല. ബാക്കി എല്ലാവരും ഏകദേശം എല്ലാവരും ബോട്ടിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സാധാരണ ബോട്ടുണ്ട്, പിന്നെ അല്ലാണ്ട് ഇങ്ങനെ പെഡൽ ചവിട്ടി കൊണ്ടുപോകുന്ന ബോട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ബോട്ടിലും പിള്ളേരൊക്കെ കയറി അവർ എൻജോയ് ചെയ്യാൻ പോയി കേട്ടോ. ഇവിടെ ഒരാൾ അതൊക്കെ നോക്കി നിൽക്കുകയാണ്. അവന് ബോട്ടിൽ പോകാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോയത് തൊട്ടിപ്പാലത്തേക്കാണ്. ഇത് ഈ സ്ഥലത്തിൻ്റെ പിന്നെ മാത്തൂർ എന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ കണ്ടാണ് സ്ഥലത്തിൻ്റെ പേര്. ഇത് സൈഡിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്, നമ്മളിങ്ങനെ നടക്കുന്നുണ്ട്. നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സ് ഇതിനെ പറയുന്ന പേര് ആക്യുഡക്റ്റ് എന്നാണ്. എല്ലാവർക്കും അറിയായിരിക്കും, കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പം ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിനാണുള്ളത് കേട്ടോ. അപ്പോൾ ഇത്ര ഹൈറ്റിൽ ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ 9th പഠിക്കുമ്പോൾ വന്നിട്ടുണ്ട്. അന്നൊക്കെ പേടിയുണ്ടായിരുന്നു കയറാൻ. ഇന്ന് ഇത്ര പേടിയൊന്നും തോന്നിയില്ല. പേടിയുണ്ടെങ്കിൽ അന്ന് ഞാൻ ഇതുവഴി നടന്നു പോയി കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് അത്ര പേടിയൊന്നും തോന്നില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാനൊക്കെ. താഴോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും പേടി തോന്നും, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്.
അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് എന്തായാലും തമിഴ്നാട് ടൂർ പോകുമ്പോഴത്തേക്കും തൃപ്പരപ്പ് ഇങ്ങനെ ഓർഡറായിട്ട് വരുമ്പോഴത്തേക്കും നമ്മളടുത്ത് വരുന്നത് പത്മനാഭസ്വാമിയുടെ കൊട്ടാരമാണ് കേട്ടോ. പത്മനാഭ കൊട്ടാരമാണ് കാണാനായിട്ട് പോയത്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഇപ്പോൾ ഇതങ്ങോട്ട് പോകുന്ന വഴിയാണ്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു, എന്നിട്ട് നമ്മൾ കാണാനായിട്ട് പോവാണ്. ഞാൻ നേരത്തെ കണ്ടിട്ടുള്ള അത്രയും ഒരു ഇതൊന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. കാര്യം നേരത്തെ കണ്ടപ്പോൾ കുറച്ചുകൂടി നല്ല ഇതായിട്ട് തോന്നി. ഇത്തവണ കണ്ടപ്പോഴത്തേക്കും എന്തൊക്കെയോ മിസ്സിങ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. കുറേ പഴയ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പഴയ സംഭവങ്ങളായാലും എല്ലാം കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് എല്ലാം ഒന്നും വിശദീകരിക്കാനൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ എൻ്റെ ചെറുതിലേ പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അന്നേരം അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊക്കെ ആളുണ്ടായിരുന്നു. ഇത്തവണ അത്രയ്ക്കില്ല, എന്നാലും ആളുണ്ട്, എന്നാലും കുറവാണ്. അന്നാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിലായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി കുറേ പേര് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കയറുന്നതിന് മുന്നേ ഇവിടെ ചെരുപ്പൊക്കെ ഊരി ഒരു ഒരു ചാക്കിനകത്തിട്ടിട്ട് ആ ചാക്കിൻ്റെ നമ്പറും കണ്ട് നമ്മൾ നോക്കി വെച്ചേക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെരുപ്പിടാതെയാണ് അകത്തോട്ട് കയറുന്നത്. അപ്പോൾ അതേ നമ്മൾ കയറി പോകണം കേട്ടോ. ഈ തറയാണെങ്കിൽ കുറേ എന്തൊക്കെ സംഭവങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അവരിതേ ഈ ഡിസൈനിൻ്റെ കാര്യമൊക്കെ പറയണം, ഓരോന്നും ഓരോ ഡിസൈനാണ് എന്നൊക്കെ ഉള്ളതൊക്കെ പറയണം കേട്ടോ. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല, നിങ്ങൾ കാണുക കേട്ടോ. പിന്നെ അതിനകത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ ഓരോ ദിക്കിൽ നിന്ന് നോക്കിയാലും ഓരോ ഭംഗിയാണ് കേട്ടോ, ഒരു പ്രത്യേക ഭംഗിയാണ് എവിടെ നിന്ന് നോക്കിയാലും. അപ്പോൾ നമ്മൾ കയറി മുകളിലോട്ട് പോകണമെങ്കിൽ ആദ്യം ഇത് കയറി വേണം പോകാൻ. നമ്മുടെ ഇവിടെ ഉള്ള പോലെ സ്റ്റെപ്പല്ല അത്, നല്ല കുത്തനെയുള്ള സ്റ്റെപ്പാണ്. അത് തടിയിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ തലമുട്ടും. അത്യാവശ്യം ഒരുവിധ ഹൈറ്റുള്ളവർക്ക് തലമുട്ടും കേട്ടോ. പിന്നെ ഈ തറയ്ക്ക് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് ഞാൻ നേരത്തെ പോയിട്ടുള്ളപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള ഈ തറയിൽ മുട്ടത്തോടും പിന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അതൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ. ഇത്തവണ അവർ പറഞ്ഞു തന്നായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ നമ്മളിത് ഓരോ സ്ഥലങ്ങളായിട്ട് അതിനകത്ത് കയറി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ യൂട്യൂബിലിടാൻ വേണ്ടി വീഡിയോ എടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഹായൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സാറ്, നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ മോൻ മുട്ടക്കുട്ടൻ അവരുടെ കൂടെ പോവാണ്. പിന്നെ കണ്ടോ, ഇത് മുകളിൽ കയറിയപ്പോൾ ഏതോ ഒരു ഭാഗത്തു നിന്ന് ഞാൻ വീഡിയോ എടുത്തതാണ്. ഇത് ഊട്ടുപുരയാണ്. ഒരു സമയത്ത് തന്നെ 1000 പേർക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിക്ക് ആണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ താഴെയും ഒരെണ്ണമുണ്ട്, മുകളിൽ ഒരെണ്ണം താഴെയുണ്ട്. അങ്ങനെ 2 ഊട്ടുപുരയാണുള്ളത്. ഇതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് വായിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം കേട്ടോ. ജസ്റ്റ് ഞാനത് കട്ട് ചെയ്തൊരു ഫോട്ടോ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വായിക്കണമെന്നുള്ളവർക്ക് അത് വായിക്കാം. ഒരുവിധം വായിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഊട്ടുപുരയുടെ വിശേഷങ്ങൾ. ഞാൻ നേരത്തെ 2 ഊട്ടുപുര ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ അടുത്ത ഊട്ടുപുരയിൽ കയറിയപ്പോഴാണ് ഇവിടെ കുറേ ഭരണികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയിരുന്ന അതിനകത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചാറുകൾ എങ്ങാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഭരണികളായിരുന്നു ഇതെന്ന് കേട്ടോ. വലിയ ഭരണിയാണ് കണ്ടോ. ഇത്രയും സ്പേസ് ഉണ്ട് ഒരു ഊട്ടുപുരയ്ക്ക്. നമ്മൾ ഊട്ടുപുരയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ താഴെ നിൽക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരാൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. പക്ഷേ ഭയങ്കര വെളിച്ചമുള്ളത് കൊണ്ട് തന്നെ ഫോട്ടോ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. അത് പക്ഷേ കൊള്ളായിരുന്നു, കുഴപ്പമില്ല. നല്ല സ്ഥലമായിരുന്നു കേട്ടോ. ഇതിനെന്തോ പേര് പറയും, പക്ഷേ എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് ഇവിടെ നിന്നാണ് താഴോട്ട് ഫോട്ടോ എടുത്തത്.
അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഓരോ സ്ഥലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധികമൊന്നും വിശദീകരിക്കാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. അറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ മുകളിൽ നിന്ന് താഴോട്ട് നോക്കി ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന്. ഇതായിരുന്നു കേട്ടോ ആ ലൊക്കേഷൻ. പിന്നെ ഞങ്ങളിത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു അണ്ണാനാണെങ്കിൽ മിഠായി കഴിക്കുന്നുണ്ടായിരുന്നു. അതിനെ ശല്യപ്പെടുത്താതെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇതുണ്ടല്ലോ വഴിയെ കൂടെ രഥങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതേ പുറത്തിറങ്ങി. പിന്നെ ഞങ്ങളുടെ ചെരുപ്പൊക്കെ എടുത്തിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാനായിട്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് കേട്ടോ. പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്താണ് എല്ലാവരും പോയത്. ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ പാട്ടിടാൻ പറ്റത്തില്ല, അതിനകത്ത് കോപ്പിറൈറ്റ് വരും. എന്തായാലും അടിപൊളി ദിവസമായിരുന്നു. എല്ലാവരും സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.